Namaste children, how are you? We are going to study next chapter, 8th chapter, Internet, Introduction to E-Commerce. Internet, Introduction to E-Commerce. We have to learn how to send and receive emails and chat with our others using the Internet. We know send and receive emails and chat with others, okay, through internet. We can also perform many other activities over the internet. Okay, firstly we are going to study about e-commerce. Before say about commerce, we must know about the transactions. What is transaction? We actually do is give money and take some things or any things from the market. It is called transaction. A simple give and take is called transaction. What is transaction? A simple give and take is called transaction. What is transaction? Simple give and take. Simple give and take called transaction. Next, commerce. Commerce means making transactions. Transaction means a simple give and take. Okay. Commerce means making transaction, buying and selling, whatever, whether it is with or without using money, called commerce. Commerce means making transaction. Transaction means buying and selling. Okay. Making transaction whether it is with or without using money. പണം കൊണ്ടോ അല്ലെങ്കിൽ പണമില്ലാതെയോ ഒരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് മേക്കിംഗ് ആണ് കോമേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഓൺ ട്രാൻസാക്ഷൻ സിമ്പിൾ ഗീവ് ആൻഡ് ടേക്ക്. ഓക്കെ, കോമേഴ്സ് മീൻസ് നമ്മൾ പണം ഉപയോഗിച്ചോ അല്ലെങ്കിൽ പണം ഉപയോഗിക്കാതെയോ ഒരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഉണ്ട്, പണം അല്ലേ, അങ്ങനെയുള്ളതിനാണ് എന്തോ പറയുന്നത്, കോമേഴ്സ്. ഇൻ ദ ഓൾഡൻ ഡേയ്സ് ബാർട്ടർ സിസ്റ്റം ഈസ് കൺസിസ്റ്റ്. എന്തുവാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ബാർട്ടർ വാസ് ദ മീൻസ് ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ് വെയർ മാൻ എക്സ്ചേഞ്ച്ഡ് ഗുഡ്സ് ഫോർ ഗുഡ്സ്. Barter means exchange goods for goods. Means I want 2 pair of boots. Okay, I want 2 pair of boots. I will give shirt or pant to others and receive pair of boots. Okay, I want 1 pencil. At that time I will give a pen and take pencil from others. This is called barter. Okay, later transactions were made with money. Later transactions were made with money. Firstly there is no money, only exchange goods for goods. ഒരു സാധനത്തിന് വേണ്ടി മറ്റൊരു സാധനം കൊടുത്തു വാങ്ങുന്ന സംവിധാനം. ഇപ്പോൾ എനിക്കൊരു പേന വേണമെങ്കിൽ ഞാനൊരു പെൻസിൽ കൊടുക്കുക, പകരം പേന വാങ്ങുക. ഇതാണ് ബാർട്ടർ സിസ്റ്റം. ഓക്കെ, ലേറ്റർ ട്രാൻസാക്ഷൻസ് വെയർ മെയ്ഡ് വിത്ത് മണി എന്ന് പറയുന്നത് എന്തുവാണ് അർത്ഥം? നമ്മൾ പൈസ കൊടുത്ത് അല്ലെങ്കിൽ രൂപ കൊടുത്ത് ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് മണി കൊണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, nowadays we are using cashless transactions. Cashless transaction, that means using debit or credit card. Okay, debit or credit card used to debit card or credit card using to transaction. ട്രാൻസാക്ഷന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ക്യാഷ്ലെസ്
ട്രാൻസാക്ഷൻസ് എന്ന് പറയും. അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോണിക് മണി ഓർ പ്ലാസ്റ്റിക് മണി. ഇലക്ട്രോണിക് മണി ഓർ പ്ലാസ്റ്റിക് മണി. ഈ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഈ കാർഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോണിക് മണി ഓർ പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തുപയോഗിച്ചാണ്? ക്യാഷ്ലെസ് ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. ദെൻ ഇ കോമേഴ്സ്. എന്തുവാണ് ഇ കോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇ കോമേഴ്സ്, we can perform more activities over the internet as such buying and selling of goods and services is called e-commerce or electronic commerce. e-commerceന്റെ മറ്റൊരു പേരാണ് ഇലക്ട്രോണിക്. മറ്റൊരു പേരല്ല, അതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ് ഇലക്ട്രോണിക് കോമേഴ്സ്. ഇ കോമേഴ്സ് ഓർ ഇലക്ട്രോണിക് കോമേഴ്സ്. നെറ്റ് ഉപയോഗിച്ച് ഇൻ്റർനെറ്റിലൂടെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കോൾഡ് ഇ കോമേഴ്സ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ത്രൂ ദ ഓവർ ദ ഇൻ്റർനെറ്റ് ഈസ് കോൾഡ് ഇ കോമേഴ്സ് ഓർ ഇലക്ട്രോണിക് കോമേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ട്രാൻസാക്ഷൻസ് പഠിച്ചു, കോമേഴ്സ് പഠിച്ചു, ബാർട്ടർ സിസ്റ്റം പഠിച്ചു, ഇലക്ട്രോണിക് മണി ഓർ പ്ലാസ്റ്റിക് മണി എന്താണെന്നറിയാം. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എന്തുവാണ്? ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നെറ്റിലൂടെ നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുക, അതിനെയാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്നത് എന്തുവാണ്? ഇലക്ട്രോണിക് മണി ഓർ പ്ലാസ്റ്റിക് മണി. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ഇ കോമേഴ്സ്. എന്തുവാണ് ഇ കോമേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇ കോമേഴ്സിൻ്റെ നേട്ടങ്ങൾ? എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് കൺവീനിയൻറ്റ് ടു യൂസ്. നമുക്ക് നെറ്റ് കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ്, നമുക്ക് സ്യൂട്ടബിളായ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഇ കൊമേഴ്സ് എന്ന രീതിയിലൂടെ നമ്മൾ കച്ചവടം നടത്തുക, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് കൺവീനിയൻറ്റ് ടു യൂസ്. യു ക്യാൻ ബൈ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഫ്രം എനിവെയർ ഇൻ ദ വേൾഡ്. യു ക്യാൻ ബൈ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. നമുക്ക് പ്രോഡക്റ്റും സർവീസസും ഇൻ ദ വേൾഡ്, ഈ ലോകത്തുനിന്ന് എനിവെയർ, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങുവാൻ കഴിയും. തേർഡ്, stores are open to customers 24 hours a day, 365 days a year. ഒരു വർഷത്തിലെ 365 ദിവസവും ഒരു ദിവസത്തിലെ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം എപ്പോഴും എന്തായിരിക്കും? സ്റ്റോറുകളെല്ലാം ഓപ്പൺ ആയിരിക്കും. നമുക്ക് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഒരു സാധനം സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ട്രാൻസാക്ഷൻസ് ആർ യൂഷ്വലി മെയ്ഡ് വിത്തൗട്ട് ക്യാഷ്. നമുക്ക് പണം ഡയറക്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യാം, പൈസ നേരിട്ട് കൊടുക്കാതെയും നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും എന്നതാണ് ഇ കോമേഴ്സിൻ്റെ ഒരു നേട്ടം. പ്രോഡക്ട്സ് ആർ ഡെലിവേർഡ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്, സംടൈംസ് ഈവൻ ഇൻസ്റ്റൻ്റ്ലി, ലൈക്ക് ഡൗൺലോഡിങ് സോഫ്റ്റ്വെയർസ്. നമുക്ക് ചില സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെയോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത്, നമ്മുടെ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ സാധനങ്ങൾ, നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാം? ഡെലിവർ ആയി കിട്ടും എന്ന് പറഞ്ഞ് നമുക്ക് കയ്യിൽ കിട്ടും. 5 അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഏതൊക്കെയാണ്? സിമ്പിൾ ആൻഡ് കൺവീനിയൻറ്റ്, ബൈ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് എനിവെയർ, സ്റ്റോർസ് ആർ ഓപ്പൺ ടു കസ്റ്റമേഴ്സ് ഓൾവേസ്, ട്രാൻസാക്ഷൻസ് ആർ യൂഷ്വലി മെയ്ഡ് വിത്തൗട്ട് ക്യാഷ്, പ്രോഡക്ട്സ് ആർ ഡെലിവേർഡ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. ഓക്കെ, ആ 5 അഡ്വാൻറ്റേജസും കാണാതെ പഠിച്ചേക്കണം. ഓക്കെ, ഇനി ഓൺലൈൻ ബൈയിങ്ങും റെഗുലർ ബൈയിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി 6 ഡിഫറൻസസ് ആണുള്ളത്. ഇഫ് യു നീഡ് നോ ഡയറക്ട്ലി ഗോ ടു ടെക്സ്റ്റ് പേജ് നമ്പർ 79. ഓക്കെ, ഓൺലൈൻ ബൈയിങ്
and regular buying. In the online buying, customer visit the website of the store. നമുക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം. നെറ്റ് ഉപയോഗിച്ച് നമുക്ക് വെബ്സൈറ്റ് വഴി നമുക്ക് സ്റ്റോർ സന്ദർശിക്കാം. റെഗുലറിലാണെങ്കിലോ മാർക്കറ്റിൽ നമുക്ക് പോവേണ്ടി വരും അല്ലേ? കസ്റ്റമർ ഗോസ് into the store or market. Online buying, customer browse the online catalog of items in the store, look at the details of price, discounts, delivery, etc. അത് ഓൺലൈനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓൺലൈൻ കാറ്റലോഗിലൂടെ സ്റ്റോറിലെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അതിൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം, ഡിസ്കൗണ്ട്, ഡെലിവറി എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റും. ഓക്കെ. റെഗുലർ ബൈയിങ്ങിലാണെങ്കിലോ നമ്മുടെ സ്റ്റോറിൽ പോയിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിൽ നിന്നാണ് ഇതെല്ലാം നോക്കി കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഫസ്റ്റ്ലി ഗോ ടു ദ സ്റ്റോർ ഓർ മാർക്കറ്റ്. ഓക്കെ. ദെൻ ഓൺലൈൻ ബൈയിങ്ങിൽ കസ്റ്റമർ സെലക്ട് ദ ഐറ്റം ആൻഡ് ആഡ് ഇറ്റ് ടു എ വെർച്വൽ ഷോപ്പിംഗ് കാർട്ട്. അവിടെ നമുക്ക് ഒരു ഷോപ്പിംഗ് കാർട്ട്, നമ്മൾ എത്ര ഐറ്റം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അതവിടെ ഒരു ഷോപ്പിംഗ് കാർട്ടിൽ ആഡ് ചെയ്ത് വയ്ക്കും. നമ്മൾ അതേസമയം റെഗുലർ ബൈയിങ്ങിലോ കസ്റ്റമർ സെലക്ട് ദ ഐറ്റം ആഡ് ടു എ ഷോപ്പിംഗ് ബാസ്ക്കറ്റ്, നമ്മുടെ കയ്യിൽ കാണും, ആ ബാസ്ക്കറ്റിലേക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ. ഫസ്റ്റ്ലി എന്തുവാണ്? കസ്റ്റമർ വിസിറ്റ് ദ വെബ്സൈറ്റ്. അവിടെയോ കസ്റ്റമർ ഗോസ് ടു ദ സ്റ്റോർ. ഓക്കെ. ദെൻ കസ്റ്റമർ ക്യാൻ ബ്രൗസ് ദ ഓൺലൈൻ കാറ്റലോഗ്. റെഗുലർ ബൈയിങ്ങിൽ കസ്റ്റമർ സീ ദ ഡിസ്പ്ലേഡ് items displayed in the store. Okay. Then customer selected items and add it to a virtual shopping cart in the online buying. In the regular buying, items added to the shopping basket. Okay. Fourth item എന്തുവാണ്? Customer clicks on checks out button. He sees a list of all the items that he can bought with the quantity and amount. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ ടോട്ടൽ എമൗണ്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ റെഗുലർ ബൈയിങ്ങിലാണെങ്കിലോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് മാത്രമേ നമുക്ക് ഐറ്റംസിൻ്റെ ഫുൾ എമൗണ്ട് കാണാൻ പറ്റൂ. In online buying, customer pay bill using card. Okay. In the case of India, we can also pay cash on delivery. What is cash on delivery? Cash on delivery means we will pay the cash or the amount of price of that items we can give to the distributor or delivery boy when he reach the house. At the delivery time we can pay the cash to the delivery boy at the delivery time. Okay, that is cash on delivery. നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഡെലിവറി ബോയുടെ കയ്യിൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിനെയാണ് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത്. എന്താണ് ക്യാഷ് ഓൺ ഡെലിവറി? ദ പർച്ചേസ് ഈസ് മെയ്ഡ് ഓൺലൈൻ. നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക. പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓഫ്ലൈൻ ഇൻ ക്യാഷ് ഓൺ ദ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഓഫ്ലൈൻ എന്നാൽ ഓൺലൈനിലല്ല, ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് കൊടുക്കാൻ കഴിയും. ഇതിനെയാണ് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത്. അതൊരു മെത്തേഡ് ഓഫ് ഇ കൊമേഴ്സ് ആണ്. അപ്പോൾ മെത്തേഡ് ഓഫ് ഇ കൊമേഴ്സ് രണ്ടെണ്ണമാണുള്ളത്. ക്യാഷ് ഓൺ ഡെലിവറിയും ഓൺലൈൻ ഷോപ്പിംഗ് കാർട്ട് ആൻഡ് ചെക്കിംഗ് ഔട്ട് രണ്ടെണ്ണമാണ്. ഏതൊക്കെയാണ്? ക്യാഷ് ഓൺ ഡെലിവറി, ഓൺലൈൻ ഷോപ്പിംഗ് കാർട്ട് ആൻഡ് ചെക്കിംഗ് ഔട്ട്. ക്യാഷ് ഓൺ ഡെലിവറി മീൻസ് purchase on online but paying the amount in offline. Offline means cash on the delivery of the
payment is made in cash on the delivery of goods. At the time of delivery time, we can give the cash. It is called cash on delivery. Online shopping cart and checking out means we must pay the cash at the time of purchase. At the time of purchase using credit or debit card. Okay. At that time we must look that website is secure. For example, through the Internet Explorer and Netscape Navigator, etc. These are the secured web pages. Only pay the cash at the time of online shopping. We must know that the web page is secure. നമ്മൾ secure നമ്മൾ എന്തുവാണ് അർത്ഥം? We must use the secure web page to പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെക്യൂർ ആയ വെബ് പേജ് മാത്രമേ യൂസ് ചെയ്യാവൂ. എന്തുകൊണ്ടാണ്? ബിക്കോസ് അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് വി മസ്റ്റ് ഗീവ് ദ പാസ്വേഡ്, OTP, പിൻ നമ്പർ എക്സെട്ര ടു ദിസ് വെബ് പേജ്. നമ്മൾ വെബ് പേജിലേക്ക് നമ്മൾ എന്തൊക്കെ കൊടുക്കണം? നമ്മുടെ OTP, പിന്നെയോ പിൻ നമ്പർ എക്സെട്ര, നമ്മുടെ കാർഡ് നെയിം, കാർഡ് നമ്പർ എക്സെട്ര. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന സമയത്ത് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടി വരും. വി മസ്റ്റ് എൻട്രി ദ കാർഡ് നമ്പർ, കാർഡ് നെയിം, OTP, പിൻ നമ്പർ എക്സെട്ര. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് വളരെ കെയർഫുള്ളായിട്ട് കൊടുക്കണം. ദാറ്റ് മീൻസ് നമ്മളെപ്പം വി മസ്റ്റ് യൂസ് ദ വെബ് പേജ്, സെക്യൂർ വെബ് പേജ് ടു ഓൺലൈൻ ഷോപ്പിംഗ്. There are two methods of e-commerce: cash on delivery and online shopping cart and checking out. Cash on delivery means purchase on online, then paying the cash at the time of delivery of goods. Online shopping cart and checking out means at the time of purchase we must pay the cash using debit and credit card. For the online shopping we must use the secure web page because of we must pay the cash using debit and credit card. At the time we must enter the card name, card number, OTP, പിൻ നമ്പർ എക്സെട്ര. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? സെക്യൂർ വെബ് പേജ് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ. നമ്മൾ ഇതിൽ ഏത് രീതിയാണ് റെഗുലർ ബൈയിങ്ങിൽ ഉപയോഗിക്കുന്നത്? ക്യാഷ് കൊടുക്കാം, പിന്നെ കാർഡും യൂസ് ചെയ്യാം. ഓക്കെ. രണ്ടും ഓൺലൈൻ ബൈയിങ്ങിലും പറ്റും. പക്ഷെ ക്യാഷ് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, കാർഡ് മാത്രമേ കൊടുക്കാവൂ. ക്യാഷ് കൊടുക്കുന്നത് എപ്പോഴും ക്യാഷ് ഓൺ ഡെലിവറിയിൽ മാത്രമേ സാധിക്കൂ. ഷോപ്പ് കീപ്പർ ഗെറ്റ്സ് എ മെസ്സേജ്. നമ്മളിപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് നടത്തുന്നതെങ്കിൽ ഷോപ്പ് കീപ്പർ ഗെറ്റ്സ് message that you have made the above purchase immediately. He gets the item delivered at the desired place immediately or in the specified time. നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഓർഡർ പെട്ടെന്ന് തന്നെ സ്വീകരിച്ചിട്ട് അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് എത്തിച്ചു തരും. റെഗുലർ ബൈയിങ്ങിലോ നമുക്ക് കസ്റ്റമർ തന്നെ ഗുഡ്സ് ക്യാരി ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ. ഇനി നമ്മുടെ ട്രേഡിലുള്ള എൻറ്റിറ്റീസ് ആരൊക്കെയാണെന്ന് നോക്കാം. ഒരു
ട്രേഡിൽ അല്ലെങ്കിൽ ഒരു കോമേഴ്സിൽ നമ്മുടെ ഈ ഒരു വ്യാപാരത്തിൽ ആരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വിചാരിക്കുക എന്തുവാണ്, നമ്മൾ കടയിൽ പോകുന്നു, സാധനം വാങ്ങുന്നു, തിരികെ വരുന്നു. ഇപ്പം സാധനമായിട്ട് ഈ കച്ചവടമായിട്ട് ബന്ധപ്പെട്ടത് ആരൊക്കെയാണ്? കടയിലുള്ള ഷോപ്പ് കീപ്പറും കസ്റ്റമറും മാത്രമാണ് എന്ന് നമ്മൾ കരുതും. അങ്ങനെയല്ല, ഒരു ട്രേഡിൽ ആരൊക്കെ ഭാഗമായിരിക്കുന്നു എന്നറിയണ്ടേ? ഓക്കെ, ഫസ്റ്റ് വൺ മാനുഫാക്ചറർ. Manufacturer is who one make the item and sell them to the wholesaler. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നത് ഈ മാനുഫാക്ചറാണ്. മാനുഫാക്ചർ ഹൂ വൺ മേക്സ് ദ ഐറ്റം ആൻഡ് സെൽ ദ ഐറ്റംസ് ടു ഹോൾസെയിലർ. ഓക്കെ, ദെൻ ഹോൾസെയിലർ ബൈ ദ ഐറ്റംസ് ഫ്രം ദ മാനുഫാക്ചർ ആൻഡ് give to the retailer. Okay, wholesaler buy the item from the manufacturer and give to the retailer. Retailer buy the items in the small quantities. Wholesaler in large quantitiesലാണ് സാധനങ്ങൾ മാനുഫാക്ചറിൽ നിന്ന് വാങ്ങുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് ആർക്ക് കൊടുക്കും? റീറ്റെയിലർക്ക് കൊടുക്കും. ഈ റീറ്റെയിലർ സ്മോൾ ക്വാണ്ടിറ്റി അളവിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് കസ്റ്റമറിന് കൊടുക്കും. ഓക്കെ, അപ്പം ലാർജ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് മാനുഫാക്ചർ. ദെൻ അവരുടെ കയ്യിൽ നിന്ന് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഹോൾസെയിലർ വാങ്ങും. ഹോൾസെയിലറിൻ്റെ കയ്യിൽ നിന്ന് സ്മോൾ ക്വാണ്ടിറ്റി അളവിൽ റീറ്റെയിലർ വാങ്ങും. റീറ്റെയിലറുടെ കയ്യിൽ നിന്നാണ് കസ്റ്റമർ സാധനം വാങ്ങുന്നത്. എന്താണ് കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ? Catalog is a list of all the items one has to sell. ഒരാളുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ വിൽക്കാനുണ്ട് എന്നതിൻ്റെ ലിസ്റ്റാണ് കാറ്റലോഗ്. ഓക്കെ, ദെൻ ഹൗ ഡസ് ഇ കോമേഴ്സ് വർക്ക്? നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഇ കോമേഴ്സ്. നമ്മളുടെ സാധനം ഇഷ്ടപ്പെടുക, നമ്മൾ സെലക്ട് ചെയ്യുക, ക്യാഷ് ഓൺ ഡെലിവറിയോ ഓൺലൈൻ ഷോപ്പിംഗ് കാർട്ടോ ചെക്കിംഗ് ഔട്ടോ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? കഴിഞ്ഞു ഇല്ലേ? ദെൻ ഓൺലൈൻ ഷോപ്പിംഗ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് നോക്കാം. ഓക്കെ, ഗോ ടു ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ക്രോം യൂസ് ചെയ്യാം. സ്ലോ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തെടുക്കുക? നമുക്കിഷ്ടമുള്ള നമുക്ക് സെക്യൂറായി തോന്നുന്ന ഒരു വെബ് പേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇൻ ദ ടെക്സ്റ്റ് വി ക്യാൻ സീ www.rediff.com. Press enter. Okay, നെറ്റില്ല. Okay, let's try once again. www.rediff.com. Okay, cannot be reached. Internet connection. Why? നോക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിനകത്ത് എന്ത് സെലക്ട് ചെയ്യണം?
ഇഷ്ടമുള്ള സാധനം ലിസ്റ്റ് സെലക്ട് ചെയ്യുക. പർച്ചേസ്, ഷോപ്പിംഗ്, ക്ലിക്ക് ഓൺ ഷോപ്പിംഗ്. ഓക്കെ, ക്ലിക്ക് ഓൺ ഷോപ്പിംഗ്. എന്ത് പറ്റി? നെറ്റ് വരുന്നില്ലല്ലോ. Let's try once again. Chrome. നമുക്ക് ഡയറക്റ്റ് നോക്കാം. ഓക്കെ, ഇത് അല്ലെങ്കിൽ ഇവിടെ ഫ്ലിപ്കാർട്ട് എന്ന് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫ്ലിപ്കാർട്ട് ആണോ വന്നതെന്ന് നോക്കാം. Cannot reach this place. Fix connection problems. Waiting. Microsoft Edge. നമുക്ക് നോക്കാം, ഇവിടെ നോക്കാം. ഓക്കെ, www വരുന്നില്ലല്ലോ. flipkart.com. വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്താൽ നമുക്ക് ആ പേജിൽ കയറി നോക്കാം. നമുക്ക് ടെക്സ്റ്റ് നോക്കി പഠിക്കുന്നതിനേക്കാളും നല്ലത്. വരുന്നില്ല. നോ. ഒന്നുകൂടി നോക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് ഡയറക്റ്റ് നോക്കി പഠിക്കാം. അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല പെട്ടെന്ന്. ഓക്കെ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഓക്കെ, ഇതേ വന്നു. ഓപ്പൺ. സെർച്ച് എന്നുള്ളിടത്ത് www.rediff.com എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ സെർച്ച്. വരുന്നില്ല. ടെസ്റ്റ് കാണിക്കാൻ നിവർത്തിയുള്ളൂ എന്നാണ് തോന്നുന്നത്. ഓക്കെ, go to test, page number 82, first. കാണുന്നുണ്ടോ എല്ലാവരും? പേജ് നമ്പർ 82, ടെക്സ്റ്റിൽ പേജ് നമ്പർ 82. അവിടെ കുറച്ച് പിക്ചേഴ്സ് കാണുന്നുണ്ട്. ഹോം പേജിൽ പോവുക. rediff.comൻ്റെ ഹോം പേജിൽ പോവുക. അവിടെ എന്ത് ചെയ്യുക? ഒരു കാറ്റഗറി, നമുക്ക് ഏത് ഐറ്റം ആണോ വേണ്ടത് ആ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആ കാറ്റഗറിയുടെ കുറച്ച് ഐറ്റംസ് നമുക്ക് കാണിക്കും. സെലക്ട് എനി വൺ ഓഫ് ദ ഐറ്റം, അല്ലെങ്കിൽ ഡിസേർഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുക. ദെൻ ഗോ ടു ആഡ് ടു കാർട്ട്, അല്ലെങ്കിൽ പർച്ചേസ് കൊടുക്കുക കേട്ടോ. ദെൻ വി ക്യാൻ സീ ദ ഐറ്റം ഡീറ്റെയിൽസ്. ദെൻ ക്ലിക്ക് ഓൺ add to cart, then
shopping cart. We can see the shopping cart. Then there we can see the grand total of the items. Then provide our email ID. Then click on continue. Click on continue. Firstly, open Internet Explorer. Then type www.rediff.com അല്ലെങ്കിൽ flipkart.com. നമുക്ക് ഏതാണോ സെക്യൂർ വെബായിട്ട് തോന്നുന്നത് ആ വെബ് പേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ വി ക്യാൻ സീ ദ ഹോം പേജ് ഓഫ് ദാറ്റ് വെബ് പേജ്. ദെൻ സെലക്ട് എ കാറ്റഗറി. വി ക്യാൻ സീ മോർ ഐറ്റംസ് ഓൺ ദ സ്ക്രീൻ. സെലക്ട് ഡിസേർഡ് ഐറ്റംസ്. നമുക്ക് ഏത് ഐറ്റം ആണോ വേണ്ടത് ആ ഐറ്റം സെലക്ട് ചെയ്യുക. ദെൻ we can see the item details on the screen. Click on add to cart. Then shopping cart. We can see the shopping cart. There we can see the grand total. Okay. Then click on proceed to checkout. Okay. Then next step is sign in. We want to sign in through the email. Okay, type the email ID. Then click on continue. Then address verification screen we can see on the computer. Okay, then type the address. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് അഡ്രസ് ഉണ്ടാവും, കൊടുക്കുക. ദെൻ ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഈ ടെസ്റ്റിനകത്തില്ല, നമുക്കതിനകത്ത് മെത്തേഡ് സെലക്ട് ചെയ്യാനുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ആണോ, ഓൺലൈൻ ഷോപ്പിംഗ് കാർട്ട് ആൻഡ് ചെക്കിംഗ് ഔട്ട് ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ എന്ത് ചെയ്യാം, ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ക്യാഷ് കൊടുത്താൽ മതിയാവും. ബട്ട് ഓൺലൈൻ ഷോപ്പിംഗ് കാർട്ട് ആൻഡ് ചെക്കിംഗ് ഔട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കും. കാർഡ് നെയിം, അത് എക്സ്പയർ ആവുന്ന ഇയർ, കാർഡിലെ നെയിം, അതിലെ പിൻ നമ്പർ, ഇത്രയും അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഏത് ഫോണിലാണോ ഈ കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കാർഡിലേക്കൊരു OTP വരും. ഓക്കെ, ദെൻ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യൂർ വെബ് പേജ് മാത്രമേ യൂസ് ചെയ്യാവൂ എന്ന് പറയുന്നത്. നമ്മുടെ കാർഡിൻ്റെ, ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളിതിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതുകൊണ്ടാണ് സെക്യൂർ വെബ് പേജ് മാത്രമേ യൂസ് ചെയ്യാവൂ എന്ന് പറയുന്നത്. നമ്മളിതെല്ലാം ഫുൾ കൊടുക്കുക. ദെൻ ക്ലിക്ക് ഓൺ പേയ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എത്ര ദിവസത്തിനകം വരും എന്നുള്ള ഒരു ഡീറ്റെയിൽസും, പിന്നെ എന്തു വരും, ആ ഷോപ്പ് കീപ്പറുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അതിൻ്റെ അപ് ടു ഡേറ്റ്, നമ്മളിപ്പോൾ എവിടം വരെ എത്തി, നമ്മുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ടോ എങ്കിൽ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ, സാധനം റെഡി ആയിട്ടുണ്ടോ എങ്കിൽ അത് കഴിഞ്ഞ് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് വിവരങ്ങളെല്ലാം നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, ദെൻ അത് വരുന്ന ദിവസം ഒരു ഡെലിവറി ബോയ് നമ്മുടെ വീട്ടിൽ തന്നെ സാധനങ്ങൾ കൊണ്ടുതരും. ഇതാണ് ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഇ കൊമേഴ്സിൻ്റെ ഒരു നേട്ടം. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും ഇ കൊമേഴ്സ് എന്ന ഈ പാഠത്തിനകത്ത് ഉള്ളത്. ഓക്കെ, അതിനെ റീക്യാപ്പ് ഒന്ന് വായിച്ച് നോക്കുക. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ടെസ്റ്റ് ഒരു 5 ടൈംസ് എങ്കിലും വായിച്ചാൽ മാത്രമേ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റൂ. ടെക്സ്റ്റിൻ്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, പിക്ചർ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട് വന്നുടൻ നോട്ടിൽ എഴുതിയെടുത്ത് നോട്ട് നന്നായി പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമസ്തേ.